കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും പൊതുസമൂഹത്തെയും ഒരുപോലെ നടുക്കിയ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അതീവ ഗൗരവകരമായ ഇടപെടലുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കോളേജ് ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക പീഡനങ്ങളെയും സുരക്ഷാ വീഴ്ചകളെയും കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് രാജ്ഭവന്റെ ഈ അടിയന്തര ഇടപെടൽ. സംഭവത്തിൽ കോളേജ് അധികൃതർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടി സ്വീകരിക്കാൻ ഗവർണർ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് വെച്ച് ആരോഗ്യ സർവകലാശാല VC മോഹൻ കുന്നമ്മലുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയിലാണ് ഗവർണർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഒന്നാം വർഷ വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പരിശോധിച്ച ഗവർണർ കോളേജിലെ റാഗിംഗ് വിരുദ്ധ സംവിധാനങ്ങളുടെ പരാജയത്തെയും അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായ പീഡനങ്ങളെയും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ ഇടമായിരിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം VCക്ക് നൽകിയ നിർദ്ദേശത്തിൽ അടിവരയിടുന്നു. സംഭവത്തിൽ VC പ്രാഥമിക റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും നിതിൻ നേരിട്ട മാനസിക സമ്മർദ്ദങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെന്നാണ് സൂചന. നിതിൻ രാജിന്റെ ആത്മഹത്യയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ആരോഗ്യ സർവകലാശാല ഇതിനോടകം തന്നെ പ്രത്യേക സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞു. സർവകലാശാല ഗവേണിംഗ് കൗൺസിൽ അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം നാളെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെത്തി നേരിട്ട് തെളിവെടുപ്പ് നടത്തും. മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ബോധ്യപ്പെടാൻ സഹപാഠികൾ, മറ്റ് വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരുടെ മൊഴികൾ അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തും. കോളേജിലെ ആന്റി റാങ്കിംഗ് സെല്ലിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ ക്രമക്കേടുകൾ നടന്നതായി പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് റാങ്കിങ്ങിനെ കുറിച്ച് പരാതിപ്പെടാനായി കോളേജ് അധികൃതർ നൽകിയിരിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഈ കേസിലെ മുഖ്യപ്രതിയായ ഡോക്ടർ റാമിന്റെ തന്നെയായിരുന്നു എന്ന വിചിത്രമായ വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരാതി സ്വീകരിക്കേണ്ട ആൾ തന്നെ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. നിതിൻ മരിച്ചിട്ട് 5 ദിവസം പിന്നിട്ടിട്ടും കുറ്റാരോപിതരായ ഡോക്ടർ റാമിനെയും ഡോക്ടർ സംഗീതയെയും പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല എന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യത്തിനായുള്ള നിയമനീക്കങ്ങൾ ആരംഭിച്ചതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതേ തുടർന്ന് പോലീസ് തങ്ങളുടെ അന്വേഷണം അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലേക്കും വ്യാപിപ്പിച്ചു. കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രതികൾക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സർവകലാശാലയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കുറ്റക്കാർക്കെതിരെ കൂടുതൽ കർശനമായ അക്കാദമിക് നടപടികൾ ഉണ്ടാകുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ഉടൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ വിദ്യാർത്ഥി പ്രതിഷേധം ആളിപ്പടരുകയാണ്. കേവലം ഒരു അറസ്റ്റിൽ ഒതുക്കുന്ന നടപടിയല്ല വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. മുഖ്യപ്രതിയായ ഡോക്ടർ റാമിനെ കോളേജിൽ നിന്ന് സ്ഥിരമായി പുറത്താക്കണമെന്നും അതുവരെ ക്യാമ്പസിനുള്ളിലെ സമരം തുടരുമെന്നാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. കുറ്റാരോപിതർക്ക് കോളേജ് മാനേജ്മെന്റ് സംരക്ഷണം നൽകുന്നു എന്നാരോപിച്ച് ഹോസ്റ്റൽ പരിസരത്തും കനത്ത പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. ക്രമസമാധാന നില കണക്കിലെടുത്ത് കോളേജ് പരിസരത്ത് നിലവിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിതിൻ രാജിന്റെ കുടുംബവും കോളേജ് അധികൃതർക്കെതിരെയുള്ള പോലീസിന്റെ മെല്ലപ്പോക്കിനെതിരെയും അതിശക്തമായ നിലപാടിലാണ്. കുറ്റാരോപിതരായ ഡോക്ടർ റാമിനെയും ഡോക്ടർ സംഗീതയ്ക്കും പുറമെ മറ്റൊരു അധ്യാപികയായ ലതയ്ക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് നിതിന്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിതിൻ നേരിട്ട മാനസിക പീഡനങ്ങളെക്കുറിച്ച് ഈ അധ്യാപകർക്കെല്ലാം അറിവുണ്ടായിരുന്നുവെന്നും അവർ അതിനെ കൂട്ടുനിന്നുവെന്നും കുടുംബത്തിന്റെ ആരോപണം. തന്റെ മകന്റെ വിയോഗത്തിന് കാരണക്കാരായവർ നിയമത്തിന് മുന്നിൽ വരുന്നതുവരെ വിശ്രമമില്ലെന്ന് നിതിന്റെ പിതാവ് വ്യക്തമാക്കി. പ്രതികൾ ആന്ധ്രാപ്രദേശിലേക്ക് കടന്നതായും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും വാർത്തകൾ പുറത്തുവരുന്നത് കുടുംബത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഗവർണറുടെ നേരിട്ടുള്ള ഇടപെടൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് കുടുംബം പ്രതികരിച്ചു. കേസ് അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം. വിദ്യാർത്ഥികളുടെ സുരക്ഷയും മാനസികാരോഗ്യവും ഉറപ്പാക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് സമൂഹത്തിന് വലിയൊരു ഭീഷണിയാണ്. ആന്റി റാഗിംഗ് സെല്ലുകൾ കേവലം നോക്കുകുത്തികളാകുന്ന സാഹചര്യം മാറണമെന്ന് ഗവർണറുടെ കർശനമായ നിർദ്ദേശം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മറ്റു കോളേജുകൾക്കും ഒരു താക്കീതാകും. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവർ എത്ര ഉന്നതരായാലും അവർ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ വരുമെന്നും അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് വിമുക്തമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഭയരഹിതമായി പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനും സർക്കാർ തലത്തിലും സർവകലാശാലാ തലത്തിലും കൂടുതൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യവും ഇതോടൊപ്പം ശക്തമാണ്.